ക്ഷേത്ര നിർമ്മാണം. അഗസ്ത്യ മഹർഷി പോയതിനു ശേഷം മഹാരാജാവ് ക്ഷേത്ര നിർമ്മാണത്തിനായി താൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. അടുത്ത ദിവസം തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു. ബ്രാഹ്മണ സമൂഹത്തോടും ശില്പിവർഗത്തോടും സേനകളോടും മന്ത്രിയോടും ആചാര്യനോടും ഒരുമിച്ച് മണികണ്ഠനെ സ്മരിച്ചുകൊണ്ട് ക്ഷേത്ര നിർമ്മാണാർത്ഥം വനത്തിലേക്ക് പുറപ്പെട്ട രാജശേഖര രാജനെ ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിച്ച് എരുമേലിയിൽ എത്തിച്ചേർന്ന മഹാരാജാവും പരിവാരങ്ങളും മണികണ്ഠൻ പറഞ്ഞിരുന്നത് പോലെ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും വാപരനെ യഥാവിധി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അനന്തരം അഴുതാ നദി കടന്ന് ഘോരവനത്തിലൂടെ യാത്ര ചെയ്ത് പമ്പാ നദീതീരത്ത് എത്തിച്ചേർന്ന് അവർ പാപനാശിനിയായ പമ്പയിൽ സ്നാനവും ചെയ്തു. പമ്പാ സ്നാനം നിർവഹിച്ച് ശരീരവും മനസ്സും പരിശുദ്ധമാക്കിയ രാജാവും പരിവാരങ്ങളും വീണ്ടും നടന്ന് ശബരിമല ആശ്രമത്തിലെത്തി. സന്ധ്യാവന്ദനവും നടത്തി. വിശപ്പടക്കാൻ കായ്ക്കനികൾ ഭക്ഷിച്ച ശേഷം പ്രകൃതിരമണീയമായ ശബരിമല ആശ്രമാന്തരീക്ഷത്തിൽ തന്നെ വിശ്രമിക്കാൻ നിശ്ചയിച്ചു. യാത്രാക്ഷീണം ഏറെ ഉണ്ടായിരുന്നതിനാൽ മഹാരാജാവ് ഒഴികെ എല്ലാവരും വളരെ വേഗം നിദ്രയെ പ്രാപിച്ചപ്പോൾ മണികണ്ഠന്റെ ആജ്ഞാനുവർത്തിയായ വാപരൻ രാജാവിന്റെ മുന്നിലെത്തി അദ്ദേഹത്തെ വന്ദിച്ച് ഇപ്രകാരം പറഞ്ഞു: ഹേ രാജൻ, ഞാൻ ഭഗവാന്റെ കൽപ്പനയനുസരിച്ച് അങ്ങയെ ഭഗവാന്റെ സമീപത്തേക്ക് കൊണ്ടു ചെല്ലുന്നതിനായി വന്നതാണ്. മറ്റുള്ളവർ ഉണരുന്നതിന് മുൻപ് തന്നെ തിരികെ എത്തുകയും ചെയ്യാം. മാത്രമല്ല, അങ്ങ് തിരിച്ചു വരുന്നതുവരെ ഭഗവത് സായകം അങ്ങയുടെ പരിവാരങ്ങളെയെല്ലാം സംരക്ഷിച്ചു കൊള്ളുകയും ചെയ്യും. മണികണ്ഠനെ കാണുന്ന സംഗതിയല്ലേ. ഉടൻ തന്നെ മഹാരാജാവ് വാപരനോടൊപ്പം യാത്രയായി. ഭഗവാന്റെ സന്നിധിയിലെത്തിയ രാജാവ് അവിടെ സ്വർണ സിംഹാസനത്തിൽ കോടിപ്രഭാ തേജസ്സോടെ ഉപവിഷ്ടനായിരിക്കുന്ന മണികണ്ഠ ഭഗവാനെ കണ്ട് ഭക്ത്യാദരപൂർവം കൈകൂപ്പി സ്തുതിച്ചു. ഉടൻ തന്നെ സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി വന്ന മണികണ്ഠൻ മഹാരാജാവിനെ ഗാഢമായി ആശ്ലേഷിച്ചു. ആനന്ദബാഷ്പം നിറഞ്ഞ കണ്ണുകളോടെ രാജാവ് പറഞ്ഞു: കുമാരനെ ഒന്ന് ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചുവല്ലോ. നമ്മുടെ അടുക്കൽ നിന്നും കുമാരൻ പോയതിനു ശേഷം ഒറ്റ രാത്രി പോലും ശരിക്കൊന്നുറങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നാം ഇപ്പോൾ വളരെയധികം സംതൃപ്തനായിരിക്കുന്നു. രാജൻ, അങ്ങയുടെ മാനസികാവസ്ഥ ഞാൻ നേരത്തെ തന്നെ ഗ്രഹിച്ചിരുന്നു. എന്നോടുള്ള അളവറ്റ സ്നേഹമാണ് അങ്ങയുടെ ഈ അവസ്ഥയ്ക്ക് ഹേതു. ഓർത്തിരിക്കാതെ ഒരു ദിവസം പുത്രനെ വേർപ്പെടുമ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന മാനസിക ദുഃഖം, അതാണ് നമ്മെ തളർത്തിക്കളഞ്ഞത്. പക്ഷേ മഹാതാപസനായ അഗസ്ത്യന്റെ വാക്കുകൾ ശ്രവിച്ചതിനു ശേഷം നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് അല്പം മാറ്റം വന്നിട്ടുണ്ട്. അതുകേട്ട ഭഗവാൻ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് പറഞ്ഞു: അങ്ങയുടെ വ്യത മനസ്സിലാക്കി ഞാൻ തന്നെയാണ് അഗസ്ത്യമുനിയെ അങ്ങയുടെ സമീപത്തേക്ക് അയച്ചത്. അതുമൂലം അങ്ങയുടെ മാനസിക വ്യത അല്പമെങ്കിലും കുറഞ്ഞുവെന്നറിഞ്ഞതിൽ ഞാൻ സംതൃപ്തനാണ്. ഭഗവാനെ മണികണ്ഠ, ക്ഷേത്രത്തെക്കുറിച്ചോ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ചോ അങ്ങയ്ക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി നമ്മോട് അരുളി ചെയ്താലും. രാജശേഖര രാജന്റെ ചോദ്യം കേട്ട് മണികണ്ഠൻ പറഞ്ഞു: രാജൻ, കേട്ടുകൊള്ളുക. അഞ്ജനശാസ്ത്രത്തിൽ അതിനിപുണനായ ഒരാൾ അനുയോജ്യ സന്ദർഭത്തിൽ അങ്ങയുടെ സമീപത്തെത്തുന്നതാണ്. പ്രതിഷ്ഠയ്ക്കായുള്ള എൻ്റെ വിഗ്രഹം എങ്ങനെയാണ് ചമയ്ക്കേണ്ടത് എന്ന് അദ്ദേഹം പറയും. അതുപ്രകാരം എന്നെ പ്രതിഷ്ഠിച്ചാൽ അവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ്. എന്നെ വട്ടബന്ധം പൂണ്ട് ചിന്മം മുദ്രയോടുകൂടി സ്ഥിതി ചെയ്യുന്നതായി സ്മരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങിനി എത്രയും വേഗം ക്ഷേത്ര നിർമ്മാണം തുടങ്ങണം. പുത്രനായി തന്നോടൊപ്പം വസിച്ച ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിനെ കൺകുളിരെ കണ്ട് തൃപ്തിയടഞ്ഞ് പരിവാരങ്ങൾ വിശ്രമിക്കുന്നിടത്തേക്ക് മടങ്ങാൻ തയ്യാറായ മഹാരാജാവിന് ഒരു ചുരിക സമ്മാനിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു: ആപൽ ഘട്ടത്തിൽ അങ്ങേക്ക് ഇത് ഉപകരിക്കും. വാപരന്റെ ദിവ്യശക്തിയാൽ മഹാരാജാവ് നിമിഷങ്ങൾക്കകം ശബര്യാശ്രമത്തിൽ തിരികെ എത്തി. അടുത്ത പ്രഭാതത്തിൽ തന്നെ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. മഹർഷിമാർ വേദഘോഷം മുഴക്കി. ദേവകൾ സ്തുതിഗീതങ്ങൾ ആലപിച്ചു. അസൂയാലുവായ ഇന്ദ്രൻ മാത്രം രാജശേഖര രാജൻ തന്റെ സിംഹാസനം കരസ്ഥമാക്കാൻ ഒരുങ്ങിയതാണോ എന്ന സംശയത്തിൽ രാജാവുമായി യുദ്ധത്തിനൊരുങ്ങി. പക്ഷേ മണികണ്ഠൻ സമ്മാനിച്ച ചുരിക രാജശേഖര രാജാവിന്റെ രക്ഷയ്ക്കും ദേവേന്ദ്രന്റെ അസൂയയും അഹങ്കാരവും ശമിപ്പിക്കുന്നതിനും ഉപയുക്തമാക്കി.
ഒടുവിൽ ഇന്ദ്രൻ തന്നെ ക്ഷേത്ര നിർമ്മാണത്തിന് ദേവശില്പിയായ വിശ്വകർമാവിനെ പന്തളരാജന്റെ അടുത്തേക്ക് പറഞ്ഞുവിട്ടു. ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ദേവശില്പിയായ വിശ്വകർമാവ് തന്നെ അനുയോജ്യമായ ഓരോ സ്ഥാനങ്ങളും കാണിച്ചു കൊടുത്തു. മണികണ്ഠൻ തൊടുത്തുവിട്ട അസ്ത്രം തറച്ചുനിന്ന സ്ഥാനത്ത് മഹാരാജാവ് ചുരിക സ്ഥാപിച്ച് അതിന്റെ മധ്യഭാഗത്തായി ശിലാസ്ഥാപനവും ചെയ്തു. ആ സമയം ആചാര്യന്റെ മുഖത്തൊരു മ്ലാനത കാണാനിടയായ രാജാവ് സംശയത്തോടെ ചോദിച്ചു, ഗുരു, എന്തെങ്കിലും പിഴവ് സംഭവിച്ചോ? എന്താണ് അങ്ങയുടെ മുഖത്തെ ഈ മ്ലാനതയ്ക്ക് ഹേതു? രാജൻ, ശിലാസ്ഥാപനം നടന്നു കഴിഞ്ഞു. പക്ഷേ അഗ്നിക്കോണിൽ മുഖമായി നിന്നതു കാരണം ഇവിടെ എന്തെങ്കിലും അഗ്നിബാധയുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ആചാര്യവാക്കുകൾ രാജാവിൽ പരിഭ്രാന്തി ഉളവാക്കി. അതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് ആചാര്യനോട് അദ്ദേഹം അന്വേഷിക്കുമ്പോൾ ആകാശത്തു നിന്നും ഇങ്ങനെ ഒരു അശരീരി ഉണ്ടായി. ആ അഗ്നിബാധ നമ്മുടെ ഹിതപ്രകാരം തന്നെയാണ് ഉണ്ടാകുന്നത്. കലികാലത്തുണ്ടാകുന്ന അശുദ്ധികളെയെല്ലാം നശിപ്പിക്കുന്നതിനായിട്ടാണ് ആ അഗ്നിബാധ. ഹേ രാജൻ, അങ്ങു ഭയപ്പെടാതെ ആചാര്യ നിർദ്ദേശപ്രകാരം അതിവേഗം ക്ഷേത്രനിർമ്മാണം പൂർത്തിയാക്കുക. ഈ അശരീരി രാജശേഖരരാജന്റെ മനസ്സിലെ ഉത്കണ്ഠകളെ ശമിപ്പിച്ചു. ഉടൻ തന്നെ അദ്ദേഹം നിർമ്മാണ പ്രവൃത്തിക്കായുള്ള അനുമതി നൽകി. ദ്രുതഗതിയിൽ ക്ഷേത്രനിർമ്മാണ ജോലികൾ പൂർത്തിയാക്കി. ഇനി ശേഷിക്കുന്നത് വിഗ്രഹ നിർമ്മാണമാണ്. വിഗ്രഹ നിർമ്മാണത്തിന്റെ ആലോചന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ നേരത്തെ അരുളി ചെയ്ത പ്രകാരം ഒരു അഞ്ജനശാസ്ത്രജ്ഞൻ അവിടെ വന്നെത്തി. സാക്ഷാൽ ശ്രീ പരശുരാമൻ തന്നെയായിരുന്നു ആ ശാസ്ത്രജ്ഞൻ. അയ്യപ്പ വിഗ്രഹം എപ്രകാരമാണ് നിർമ്മിക്കേണ്ടതെന്ന് അദ്ദേഹം അഞ്ജനമിട്ട് കാണിച്ചു കൊടുത്തു. ഭട്ടബന്ധം പൂണ്ട് ചിന്മുദ്രയോടുകൂടി ഇരിക്കുന്ന ഭഗവാന്റെ അനവധി വിഗ്രഹങ്ങൾ അതിൽ തെളിഞ്ഞു. ഭവാൻ, ഇതിൽ അനവധി വിഗ്രഹങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിലേതാണ് കൂടുതൽ അനുയോജ്യം? മഹാരാജാവിന്റെ ചോദ്യത്തിനുത്തരമായി അഞ്ജനശാസ്ത്രകാരൻ ഇപ്രകാരം പറഞ്ഞു. ഭട്ടബന്ധം പൂണ്ട് ചിന്മുദ്രയോടൊത്ത് മുട്ടിലൊരു കയ്യും ചേർത്തിരിക്കുന്ന രൂപം വേണം പ്രതിഷ്ഠിക്കുവാൻ. ഭവാൻ, ഒന്നുകൂടി അടിയന് അറിയാൻ ആഗ്രഹമുണ്ട്. യഥാസമയം ഇവിടെയെത്തി ഞങ്ങൾക്കു വേണ്ട നിർദ്ദേശങ്ങൾ തന്ന അങ്ങ് ആരാണെന്ന സത്യം ദയവായി വെളിപ്പെടുത്തിയാലും. രാജശേഖര രാജന്റെ ആഗ്രഹമറിഞ്ഞ് ഒരു ചെറുപുഞ്ചിരിയോടെ അഞ്ജനശാസ്ത്രകാരൻ പറഞ്ഞു, രാജൻ, നാം പരശുരാമനാണ്. അങ്ങയ്ക്ക് പ്രതിഷ്ഠയെക്കുറിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ ശ്രീധർമ്മശാസ്താവിന്റെ ആഗ്രഹമനുസരിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇപ്രകാരം പറഞ്ഞ് പരശുരാമൻ സ്വരൂപം കൈക്കൊണ്ടു. ഏവരും ഭക്തിപൂർവം വന്ദിച്ചു നിൽക്കെ അദ്ദേഹം അവിടെ നിന്നും അന്തർധാനവും ചെയ്തു. വിഗ്രഹപ്രതിഷ്ഠ. പരശുരാമ നിർദ്ദേശപ്രകാരം ഭട്ടബന്ധം പൂണ്ട് ചിന്മുദ്രയോടുകൂടി മുട്ടിലൊരു കയ്യും ചേർത്ത് വെച്ചിരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിന്റെ പണി പൂർത്തിയായി. പ്രതിഷ്ഠാദിനം വന്നെത്തി. ആ മംഗളമുഹൂർത്തത്തിൽ പരശുരാമൻ അവിടെ പ്രത്യക്ഷനായി. സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിന്റെ വിഗ്രഹം വിധിപ്രകാരം പ്രതിഷ്ഠിച്ചു. അഗസ്ത്യ മഹർഷിയും അപ്പോൾ തന്നെ അവിടെ സന്നിഹിതനായിരുന്നു. ദേവന്മാർ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി. ഗന്ധർവന്മാർ മംഗളഗാനങ്ങൾ ആലപിച്ചു. സന്തോഷാധിക്യത്തിൽ അപ്സരസുകൾ നൃത്തം വെച്ചു. ഈ കാഴ്ചകളെല്ലാം കണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ആനന്ദിച്ചു. ബ്രാഹ്മണർ വേദങ്ങൾ ചൊല്ലി. രാജശേഖര രാജൻ ധാരാളം ദാനധർമ്മ കാര്യങ്ങൾ നിർവഹിച്ചു. അങ്ങനെ ശ്രീ അയ്യപ്പ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് മംഗളകരമായി തന്നെ നടന്നു. മാളികപ്പുറത്തമ്മയെയും വാപരനെയും മറ്റും യഥാവിധി ആചാര്യൻ തന്നെ പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠാകർമ്മങ്ങൾ കഴിഞ്ഞ് യാത്രയാകുന്നതിനു മുമ്പായി മഹാരാജാവിന് പരശുരാമൻ ഇപ്രകാരം ചില നിർദ്ദേശങ്ങൾ നൽകി. ഹേ രാജൻ, ശബരിമലയിൽ 7 ദിവസം ഉത്സവം നടത്തേണ്ടതാണ്. വേദിയന്മാർ ചതുർവേദങ്ങൾ ചൊല്ലണം. താങ്കൾക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുക കൂടി ചെയ്ത് പരശുരാമനും അഗസ്ത്യമുനിയും അന്തർധാനവും ചെയ്തു. ശ്രീ അയ്യപ്പന്റെ സന്നിധിയിലെത്തിയ മഹാരാജാവ് ഭഗവത് വിഗ്രഹത്തിൽ നോക്കി വളരെ നേരം ധ്യാനനിരതനായി നിന്നു. അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ ആനന്ദബാഷ്പം നിറഞ്ഞു നിന്നു. തുടർന്ന് ആചാര്യന്റെ സമീപമെത്തിയ രാജാവ് ചോദിച്ചു, ഗുരു, ക്ഷേത്ര നിർമ്മാണവും
പ്രതിഷ്ഠാകർമ്മവുമെല്ലാം മംഗളകരമായി പരിണമിച്ചു. ഇനി നാം എന്തെങ്കിലും ചെയ്യേണ്ടതായുണ്ടോ? അതിനു മറുപടിയായി ആചാര്യൻ ഇപ്രകാരം പറഞ്ഞു: പ്രിയരാജൻ, അങ്ങ് ഇനി തിരികെ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങേണ്ടതാണ്. മഹാറാണിയും പുത്രനും ഉൾപ്പെടെ പന്തള രാജ്യം മുഴുവൻ അങ്ങയെ കാത്തിരിക്കുകയാണ്. ആരെയും വേദനിപ്പിക്കരുത്. മണികണ്ഠ ഭഗവാന് അത് ഇഷ്ടമല്ല എന്ന കാര്യം അവിടത്തേക്ക് അറിയാവുന്നതാണല്ലോ. നമ്മിൽ നിക്ഷിപ്തമായ കാര്യങ്ങൾ ഭംഗിയായി കലാശിച്ചതിനാൽ നമുക്കിനി സന്തോഷത്തോടെ മടങ്ങാം. ഒരിക്കൽ കൂടി ഭഗവത് വിഗ്രഹത്തെ താണു വണങ്ങിയ ശേഷം രാജാവ് മാസപൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത ശേഷം ആചാര്യനോടും പരിവാരങ്ങളോടുമൊപ്പം പന്തളത്തേക്ക് തിരിച്ചു. പന്തള രാജ്യത്തെത്തിയ രാജശേഖര മന്നനെ അത്യാഹ്ലാദപൂർവം ജനങ്ങൾ സ്വീകരിച്ചു. കൊട്ടാരത്തിലെത്തിയ രാജാവ് ഏറെ താമസിയാതെ പന്തള രാജ്യഭരണം പുത്രനായ രാജരാജനെ ഏൽപ്പിച്ച് രാജധർമ്മങ്ങളെക്കുറിച്ചും ശബരിമല അയ്യപ്പക്ഷേത്രത്തിന്റെ നടത്തിപ്പു കാര്യങ്ങളെക്കുറിച്ചും വർഷം തോറും ശ്രീ ധർമ്മശാസ്താവിന് ദർശനം നടത്തേണ്ടതിനെക്കുറിച്ചും ഗ്രഹിപ്പിച്ച ശേഷം സന്യാസത്തിനായി ആചാര്യനോടൊപ്പം പമ്പാതീരത്തേക്ക് തിരിച്ചു. കൊട്ടാരവാസികളും ജനങ്ങളും ദുഃഖത്തോടെ അദ്ദേഹത്തെ യാത്രയയച്ചു. പമ്പാ നദീതടത്തിൽ തപസ്സനുഷ്ഠിച്ച രാജശേഖര രാജൻ ഏറെ താമസിയാതെ ബ്രഹ്മപദം പുൽകി.